നമസ്കാരം. ഈ സംവിധായകന്റെ മുകളിൽ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണ്. കാരണം ദ ഫാക്ടേഴ്സ് ഞാൻ ഇപ്പോഴും എൻ്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്യുന്ന ഒരു ഐ എം ജസ്റ്റ് എ ഫിലിം മേക്കർ സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് മൈ ക്രാഫ്റ്റ്. ആൻഡ് എസ്പെഷ്യലി ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന് മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത്. എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ഫിലിം മേക്കിംഗ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചതാണ്. ദേ ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ടു ലേൺ ഫ്രം. ഇവിടെയുള്ള ഒരുപാട് സംവിധായകർക്കൊപ്പം ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. അവരുടെ സെറ്റുകളിലെ ഓരോ ദിവസവും ഓരോ സീനും ഓരോ ഷോട്ടും എനിക്ക് ഒരു ട്യൂഷൻ തന്നെയായിരുന്നു. സോ I keep telling a lot of people that when they see my films, അവർ ചോദിക്കും ആരാണ് ഇൻസ്പിറേഷൻ. സോ they think ബിക്കോസ് എൻ്റെ ഒരു സ്കോപ്പും സ്കേപ്പും എല്ലാം ഇങ്ങനെ രാജ്യത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഏതോ ഹോളിവുഡ് സിനിമകൾ എൻ്റെ ഇൻസ്പിറേഷനൊക്കെ ഇരിക്കുന്ന ജോഷി സാറും ഷാജി ഏട്ടനും സത്യൻ സാറും ഒക്കെ തന്നെയാണ്. സിബി സാറുണ്ടെന്ന് എനിക്കല്ല, സിബി സാറൊക്കെയാണ് എൻ്റെ ആക്ച്വലി ഭയങ്കര അപ്പം ഐ എം ബീൻ ബ്രോട്ട് അപ്പ് ഓൺ മലയാളം സിനിമ. സോ മൈ ഇൻസ്പിറേഷൻ ഇസ് ഓൾ ദീസ് ലെജൻഡ്സ് സിറ്റിംഗ് ഹിയർ. I have to switch to Malayalam now, unfortunately. So, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. I only done the courtesy of inviting and welcoming Laika to Malayalam cinema. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ സിനിമ ഇന്നിവിടെ ഈ സിനിമയുടെ റിലീസിന് നടക്കുമ്പോൾ. സോ ഐ ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് മൈ ഫാമിലി, സുപ്രിയ ആൻഡ് മൈ ഡോട്ടർ. സുപ്രിയയ്ക്കും എൻ്റെ മോൾക്കും ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ബിക്കോസ് ഐ സ്റ്റേ അവേ ഫ്രം ഹോം എ ലോട്ട്. എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് മാസങ്ങൾ ഫാമിലിയെ കാണാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. നേരെ മറിച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ പോകാം ഒക്കെ. അപ്പം മോൾക്കൊക്കെ എന്നോട് ചോദിക്കും ഡയറക്ഷൻ ആണോ അടുത്ത അഭിനയമാണോ. അപ്പോൾ ബിക്കോസ് ഷീ തിങ്സ് ഡയറക്ഷൻ ആണെങ്കിൽ അയ്യോ ദേ വീണ്ടും പോയി എന്നുള്ളത്. സോ താങ്ക് യു ഫോർ പുട്ടിംഗ് അപ്പ് വിത്ത് ദി ആബ്സെൻസ്. താങ്ക് യു ഫോർ ഡീലിംഗ് വിത്ത് ആൻ ആബ്സെന്റി ഫാദർ ആൻഡ് എ ഹസ്ബൻഡ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, എൻ്റെ സുഹൃത്ത്, മൈ ബ്രദർ, മൈ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ കുറച്ച് എക്സെൻട്രിസിറ്റി ഉള്ള ആൾക്കാരാണ്, കുറച്ച് വട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമായിരുന്നു എൻ്റെ അത്ര വട്ടുള്ള വേറെ ആരുമില്ലെന്ന്. എന്നേക്കാൾ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി, അതാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഞാൻ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആദ്യം ഇതിന്റെ ഐഡിയ പറയുന്നത് മുതൽ ഇത് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാകുന്ന ആള് എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമ്പാവൂറാണ്. ഞാൻ എൻ്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ്, മുരളി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളിയും കൂടെ ഒരു മൽപ്പിടുത്തമുണ്ട് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞ് വെൻ ബോത്ത് ഓഫ് us are mutually on a same place, അപ്പോഴാണ് ഞാൻ എൻ്റെ നിർമ്മാതാവിനോടും എൻ്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എംബ്രാന്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആന്റണിയോടും നറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആന്റണി ആ കുട്ടി 5-6 ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ അന്നത്തെ നറേഷനിൽ മൂപ്പർക്ക് മനസ്സിലായതാണ് ഈ സിനിമ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ ബാക്കി വന്നിരുന്ന് പറയും, അണ്ണ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് ഒക്കെ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും പറയും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ, എൻ്റെ ചീഫ് ടെക്നീഷ്യൻസിനെ പോലെ തന്നെ എൻ്റെ സിനിമ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പൊ താങ്ക് യു എന്നെ സഹായിച്ചതിന്. നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി ഒരു വലിയ പടമൊക്കെ ചെയ്യണം കേട്ടോ. അടുത്തത് ഓഫ്കോഴ്സ് ഞാൻ എങ്ങനെ താങ്ക്സ് പറയണം എനിക്ക് അറിയില്ല. ലാൽ സാറിനോട്, ഞാൻ ഇപ്പൊ ലാലേട്ടൻ വിളിക്കാം, ലാലേട്ടനോടാണ് ആക്ച്വലി. കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം. ഇതിപ്പോ ഈ പറയുമ്പോൾ ഭയങ്കര ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ഐ നോ ദർ ഇസ് എ ബിറ്റ് ഓഫ് എ ക്ലീഷേ ഇൻ ഇറ്റ്. പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ, അത് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എനിക്ക് സിനിമ എടുക്കാൻ അറിയോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഒന്ന് എന്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു പണ്ട് എടുത്തു, ദാറ്റ് ഓക്കെ ഇയാള് കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഏതൊരു സീക്വൻസ് അതെങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ, അണ്ണ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും.
അപ്പോഴെനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ലാലേട്ടൻ്റെ ക്യാരവനിൽ പോകും. അപ്പോൾ ലാലേട്ടൻ ചോദിക്കും, മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് മോൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ നിർമ്മാതാവ് സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ അത് ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ എൻ്റെ കൂടെ ആ സീക്വൻസിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറയും, ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ. ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ട്, അയാൾക്കത് ചെയ്തു കൊടുക്കുമെന്ന്. അപ്പൊ ഇമ്മീഡിയറ്റ് ലാലേട്ടൻ. അപ്പൊ അങ്ങനെ എന്നോടൊപ്പം ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല, ആക്ച്വലി എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ 2 സിനിമകളിൽ എന്നോടൊപ്പം നിന്നത് ലാൽ സാറാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എൻ്റെ കരിയറിൽ I have not been part of another film that has had to face so many obstacles from weather. Right from our very first schedule in Leh Ladakh to our very last schedule in Palakkad. And in between this, we pretty much traveled around the world. Every country, every place, we had run-ins with weather. But what happens is obviously a lot of money goes waste. പൈസ ഒരുപാട് ചിലവാകും, നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാതെ വലിയൊരു ക്രൂ വെറുതെ ഇരിക്കുന്നു. ആൻഡ് എ ലോട്ട് ഓഫ് ടൈം ഗോസ് വേസ്റ്റ്. അപ്പോൾ എക്സ്ട്രീംലി ബിസി ആയിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്, എൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻസിന്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്നും രാവിലെ ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നില്ല, കാരണം ഭയങ്കര മഴയായിരിക്കും. ഇപ്പം ഞാൻ ലാൽ സാറിന്റെ റൂമിലേക്ക് ചെല്ലുന്ന ഇത് പറയാനാണ്, സാർ ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല, അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളിൽ ഇത് ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു, അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ നിന്നാണല്ലോ വന്നത്. അതിൻ്റെ ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ്. ഒരു ദിവസം ഞാൻ പോയിട്ട് സാർ സോറി ഇന്നും ഷൂട്ട് നടക്കില്ല. അപ്പോൾ എൻ്റെ ആദ്യം പറഞ്ഞ, മോനെ അത് കുഴപ്പമില്ല, മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനതൊന്നും ഒരിക്കലും മറക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബിഗ് മെമ്മറി ഫോർ മീ ആസ് എ ഫിൽം മേക്കർ, ഇറ്റ് ഈസ് എ ലെസൺ ഫോർ മീ ആസ് എൻ ആക്ടർ. അപ്പോൾ താങ്ക് യു ലാലേട്ട ഫോർ ബീയിങ് ഹു യു ആർ. ലാലേട്ടൻ ഇല്ലെങ്കിൽ വിത്തൗട്ട് യു ഐ ഡോണ്ട് നോ ഇഫ് എനി ഓഫ് ദിസ് വിൽ ഹാപ്പൻ. ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ബി, ഞാനൊരു ഡയറക്ടർ ആകുമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഐ കീപ് സെയിങ് ഐ വാസ് എൻ ആക്സിഡന്റൽ ഡയറക്ടർ. മുരളി മൈ ബ്രദർ വളരെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഡയറക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ അത് ആന്റണി പെരുമ്പാറിനോടും ലാൽ സാറിനോടും പിച്ച് ചെയ്യുന്നു. ലാൽ സാർ അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡയറക്ടർ ആയത്. സോ ഐ കംപ്ലീറ്റ്ലി ഓ മൈ ഡയറക്ടോറിയൽ കരിയർ ആക്ച്വലി ടു ലാൽ സാർ, ആന്റണി ആൻഡ് മുരളി. And coming to Murli, he's the reason that I'm doing this now, because ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി മുരളിയെ കണ്ട ഒരാളല്ല. നമ്മൾ മറ്റൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആക്സിഡന്റലായിട്ട് സംഭവിക്കുന്നതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ. ആൻഡ് ലൂസിഫർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വി ന്യൂ ദാറ്റ് ഇതൊരു സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ല. അന്ന് ആക്ച്വലി ഈ പാർട്ട് 1 പാർട്ട് 2 ഒന്നും അങ്ങനെ വലിയ ഫാഷനബിൾ അല്ല. നമ്മളൊരു സിനിമയുടെ 3-ാം ഭാഗം അല്ലെങ്കിൽ 2-ാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കുറച്ചെങ്കിലും ഒന്ന് നെറ്റി ചുളിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അന്ന് പാർട്ട് 1 ചെയ്യുമ്പോൾ വി ഡിസൈഡഡ് നമ്മൾ തന്നെ പാർട്ട് 2-നെ കുറിച്ചൊന്നും ഇപ്പോൾ പറയരുത്, കാരണം പാർട്ട് 2 ഓടിയിട്ടില്ലേ കാര്യമുള്ളൂ. ഇപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ പോരെ. വൈ ഐ എം കമ്മിങ് ഹിയർ ഇസ് പാർട്ട് 1 എന്ത് സംഭവിച്ചു പാർട്ട് 1 എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. സോ മുരളി ആൻഡ് ഐ ആസ് കോ ക്രിയേറ്റേഴ്സ് ആക്ച്വലി അവസാനമായി ഒരു വലിയ താങ്ക്സ് പറയേണ്ടത് സിനിമാ പ്രേക്ഷകരോടാണ്. കാരണം അവർ ലൂസിഫർ പാർട്ട് 1-ന് തന്ന ആ മഹാവിജയമാണ് എമ്പുരാൻ എന്ന സിനിമ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം. ഇഫ് നോട്ട് ഫോർ ദാറ്റ് ദിസ് ഫിലിം വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു വളരെ അംബീഷ്യസ് ഒരു ഫിലിമാണ് എമ്പുരാൻ. അതിന് എന്നോടൊപ്പം നിന്ന് ഒരുപാട് പേരുണ്ട്. നേരത്തെ എൻ്റെ 4 ചീഫ് ടെക്നീഷ്യൻസിന് നിങ്ങൾ സ്റ്റേജിൽ പരിചയപ്പെട്ടു. എൻ്റെ DOP, എൻ്റെ എഡിറ്റർ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആൻഡ് മൈ മ്യൂസിക് ഡയറക്ടർ. അവർ 4 പേര് മാത്രമല്ല, എൻ്റെ ഒരു വലിയ ടീമുണ്ട്. എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ സുധാകരനുണ്ട്, മൈ മേക്കപ്പ് മാൻ ശ്രീജിത്ത് ഗുരുവായൂരുണ്ട്, ബിഗ് ടീം. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാവയുണ്ട്, എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ നിർമ്മൽ സഹദേവ് ഉണ്ട്, എൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്. I believe I have the world's best team. ലോകത്തിലെ ഏറ്റവും നല്ല ടീം എൻ്റെ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് എന്നോടൊപ്പം ഉള്ള ഈ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത ടീം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമാണ്. ആൻഡ് ദാറ്റ് ഐ നോ ഫോർ ഷുവർ.
അപ്പൊ ആ ടീമിനോട് എനിക്കൊരു നന്ദി പറയണം. കാരണം എനിക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന്, എന്നോടൊപ്പം നിന്നതിന്, എൻ്റെ ദേഷ്യവും ഒക്കെ ഹാൻഡിൽ ചെയ്തതിന്, എൻ്റെ വിഷനെ ഗൈഡ് ചെയ്തതിന്, എങ്ങനെ ഓരോ സീനും എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതിന്, ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നോടൊപ്പം നിന്ന് എൻ്റെ വിഷനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വപ്നം കണ്ട ആ സിനിമയുടെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കാൻ എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഒരു വലിയ ടീമുണ്ട്. ഫ്രം മൈ അസോസിയേറ്റ് ഡയറക്ടർ, ഫ്രം മൈ ചീഫ് ടെക്നീഷ്യൻസ് ടു ദ പ്രൊഡക്ഷൻ ബോയ് ഹു വർക്ക്ഡ് ഇൻ ദിസ് ഫിലിം, എവ്രി വൺ ഈസ് ഈക്വലി ഡിസേർവിംഗ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദിസ് ഫിലിം. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. കേട്ടില്ല? 3 അത് പ്രൊഡ്യൂസറിനെ ഡയറക്ട്ലി ചോദിക്കാണ്. 3 ഒരു നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താണ്, അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പൃഥ്വിരാജ് ഇവിടെ? അതെ, അല്ല അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഈ പാർട്ട് 2 ഒരു വലിയ വിജയമാവട്ടെ. നമുക്ക് 3 ഇതുപോലെയല്ല, കുറച്ച് വലിയ പടമാണ്. അപ്പോ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് 3 സംഭവിക്കുക. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കഥ തീരണ്ടേ. നമ്മൾ ഇപ്പോ പാർട്ട് 1 നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് 2 ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ. എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, പാർട്ട് 2 തീരുമ്പോൾ പാർട്ട് 3 ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ്. അപ്പോ സോ അത് ഐ ഹാവ് ടു സേ. കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത്. അപ്പൊ അത് പാർട്ട് 3 ചെയ്യാൻ പറ്റട്ടെ, അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ. അതെ, നിൽക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് all of you. Thank you Magal sir for all your kind words. And once again, it's great to have you be part of this really special evening. And yeah, there's a lot of work to be done before 27th of March. We are all working day and night. We hope we are able to deliver a product, a piece of cinema that is worthy of your love and your adoration. And yeah, see you all in theaters on the 27th of March. Thank you. രാജുടെ പോലെ അതിന് മുന്നോടിയായിട്ട് വേറൊരു കാര്യം കൂടെ പെട്ടെന്ന് ചോദിക്കാന്ന് വെച്ചാൽ, ഇത് ലൈക്ക് ഐ മീൻ ഒരു ജെന്യൂൻ ആയിട്ട് ചോദിക്കുകയാണ് രാജു. കാര്യം വേറെ ഒന്നുമല്ല, ലൈക്ക് എംബ്രാനെ കുറിച്ച്, ലൂസിഫിനെ കുറിച്ചൊക്കെ ഓരോരുത്തരുടെ ഇൻഹിബിഷൻസ് എല്ലാം ഉണ്ടാവും. പക്ഷേ എങ്കിലും ജെന്യൂൻ ആയിട്ട് ലൈക്ക് ഓൾ ദീസ് കൈൻഡ് ഓഫ് ലൈക്ക് ചെറിയ പടം വലിയ പടം എന്തെല്ലാം മാറ്റിയിട്ട് ഡയറക്ടറുടെ POVയിൽ നിന്ന് എമ്പുരാൻ കാണാൻ വരുന്ന പ്രേക്ഷകരോട് പൃഥ്വിരാജ് സുകുമാരന് ജെന്യൂൻലി പറയാനുള്ള എന്താണ്? ലൈക്ക് എനിക്കൊന്നും പറയാനില്ല ആക്ച്വലി. ദ ഫാക്ട് ഇസ്, ഞാൻ ഇവിടെ നിന്ന് എന്റെ സിനിമ ഇതാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അവർക്കിത് എന്ത് തരം സിനിമയാണെന്ന് തോന്നുന്നോ അതാണ് ഈ സിനിമ. യുനോ, വൺസ് ഐ മേക്ക് എ ഫിലിം ആൻഡ് ഐ പുട്ട് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസ്, they own the film. I no longer own the film. The audience, what the film communicates to the audience, and finally what the audience thinks the film is, that is what the film is. അല്ലാതെ ഞാൻ റിലീസിന് ശേഷമോ റിലീസിന് മുൻപോ സത്യത്തിൽ എൻ്റെ സിനിമ ഇതാണ്, എൻ്റെ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഇതാണെന്ന് പറഞ്ഞിട്ട് there is no point. So I hope മുരളി എഴുതിയ, ഞാൻ കൺസീവ് ചെയ്ത സിനിമ ഞങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ, ഞങ്ങൾ ഉദ്ദേശിച്ച ഡയമെൻഷൻസിൽ പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഐ സ്റ്റിൽ മെയിൻറ്റെയിൻ ഇതൊരു സാധാരണ ഒരു മെയിൻ സ്ട്രീം പടമാണ്. അല്ലാതെ അതിന് വേറെ അല്ലാതെ വേറെ ഒന്നും ഇതിലില്ല ഈ സിനിമ. രണ്ടും സ്റ്റാൻഡ് അലോൺ ആണെന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ട ആ ഒരു ആവേശത്തിൽ ലൂസിഫർ കഴിഞ്ഞിട്ട് വരുന്ന എമ്പുരാന് എബ്രാം ഖുറേഷിയിലേക്ക് വരുമ്പോൾ ഡു ദേ നീഡ് ടു കം? ഒന്നുമില്ല, ജസ്റ്റ് ദേ ക്യാൻ കം ഫ്രീ ആൻഡ് വാച്ച്. ജസ്റ്റ് കം ഓപ്പൺ മൈൻഡഡ്. ഞാൻ എവറിത്തിങ്, ഇപ്പൊ നിങ്ങൾ ഇന്ന് കണ്ട ടീസർ ആണെങ്കിലും ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഐ ട്രൈ ആൻഡ് സ്റ്റേ ആസ് ഓണസ്റ്റ് ആസ് പോസിബിൾ. നിങ്ങൾ സിനിമയിൽ കാണാത്തതൊന്നും ടീസറിലോ പോസ്റ്ററിലോ ഒന്നും അങ്ങനെ ഞാൻ കാണിക്കാറില്ല. മേ ബി ഐ ഹാവ്, ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ടീസറിൽ ഒരു 3-4 ഷോട്ട് ഉണ്ടാവും ഈ ഒരു ടീസറിന് വേണ്ടി ഷൂട്ട് ചെയ്തത്.
ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അകത്ത് ഒറിജിനലി സിനിമയിൽ നടക്കുന്ന സീക്വൻസ് എനിക്ക് സിനിമയിൽ ടീസറിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ഷോട്ട് സംതിങ് ഇൻ ദാറ്റ് ലൊക്കേഷൻ ജസ്റ്റ് ഫോർ ദ promo. ബട്ട് ദി ഓവറോൾ പ്രിമൈസ് ആൻഡ് ദ മൂഡ് ഇസ് വെരി ഓണസ്റ്റ്. നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് സിനിമയിലും കാണാൻ പോകുന്നത്. ഓഫ്കോഴ്സ് ഇതിൽ കാണിക്കാത്ത കുറെ കാര്യങ്ങൾ സിനിമയിലുണ്ട്. പക്ഷെ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എപ്പോഴും ഏത് സിനിമയാണെങ്കിലും, അത് എമ്പുരാൻ എന്നല്ല, ഏത് സിനിമയാണെങ്കിലും യുവർ ബെസ്റ്റ് വ്യൂയിങ് എക്സ്പീരിയൻസ് വുഡ് ബി വെൻ യു വാക്ക് ഇൻ ടു എ സിനിമ ഹാൾ, not preempting what you're going to see. Just grab a bag of popcorn, come with an open mind, and just try and enjoy what you see, and maybe you like what I've made. That's all that I can hope for. Yeah. Just experience Empuran. Yeah, I mean, not just Empuran, any film. ഏത് പടമാണല്ലോ അങ്ങനല്ലേ കാണുന്നത്. ഇനി അടുത്തത് ഞാൻ എന്താ പറയാ, ഞാനാണ് വിളിക്കേണ്ടതെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് എംപുരാനെ അതിന്റെ സംവിധായകൻ രീതിയിലേക്ക്. അപ്പോ ലാലേട്ട, ലാൽ സർ, അബ്രാം, സ്റ്റീഫൻ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. എമ്പുരാനെ കുറിച്ച് എന്താ പറയണ്ടേ? അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, യു വാസ് ക്ലെയിമിംഗ് ദാറ്റ് ഈസ് എൻ ആക്സിഡന്റൽ ഡയറക്ടർ എന്നുള്ളതല്ലേ. ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് തിങ്. യു ആർ ദ ചോസൺ വൺ ഫോർ ദിസ്. ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സിനിമ മാറുകയാണ്. ആ സിനിമയുടെ മാറ്റത്തിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു പുതിയ ദൃശ്യാനുഭവം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ലൈക്ക് മകേഷ് തിരുമേനി പറഞ്ഞതുപോലെ, ഈസ് എ വെരി ക്രൂവൽ ഡയറക്ടർ. he'll extract what he wants from us, and that is a way to do the film. അപ്പോൾ ആ സിനിമയിൽ എന്തുകൊണ്ടാണ് ആ സിനിമയിൽ ആക്ടേഴ്സ് നന്നാകുന്നത്? ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ. നമ്മൾ ഏത് സിനിമ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ. I trust my director. So as an actor, I have high hopes on him. He will be one of the best directors in India. Of course. That is going to be. Because അങ്ങനത്തെ സിനിമകളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്. And that is why you are destined to do films like this. So let it happen. അതിന് ഞങ്ങളൊക്കെ കാരണക്കാരായി എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയെ അവരുടെ ഫാമിലിയായിട്ടൊക്കെ അറിയാം. അതുകൊണ്ടല്ല, ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ദ വേ ദ ലെൻസിങ്, ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്യേണ്ടതൊക്കെ, അതൊക്കെയാണ് ആ സിനിമയുടെ വിജയം. എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ട വിധത്തിൽ ഓരോ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഡയറക്ടർ. സോ കമ്മിങ് ടു എമ്പുരാൻ, ലൈക്ക് പൃഥ്വി സെഡ്, വി ഹാഡ് ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ അസ്. അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും, ലൈക്ക് ചെമ്പകമൂർത്തി സാർ, തമിഴ് കുമരൻ, റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ആൻഡ് മകേഷ് തിരുമേനി ഫോർ ജോയിനിങ് വിത്ത് us. And let us make it as a very big film. And definitely we need support from you people. Like, we have to do big films. നമ്മുടെ ഇൻഡസ്ട്രി സ്ലോലി ഭയങ്കര ഒരു ഓപ്പണിംഗ് ആണ്, ഫിലിം ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഫ്രം സൗത്ത് നോർത്ത് എന്നൊന്നും ഇല്ലെങ്കിലും സൗത്തിലെ സിനിമ എന്നാണ് പറയുന്നത്. സോ ഞാൻ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത്, വെൻ ഈസ് എമ്പുരാൻ ഗെറ്റിംഗ് റിലീസ്ഡ്? കാര്യം ഞങ്ങളെല്ലാം ലൂസിഫർ കണ്ടാണ്, എന്നാണ് ഈ സിനിമ. സോ ആ സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്. ആ മാജിക്ക് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. താങ്ക് യു മുരളി, നിങ്ങളുടെ പേനയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലൂസിഫർ, എമ്പുരാൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന ആളാണ്. ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം എന്താണ് പേരിടുന്നത് എന്നെനിക്കറിയില്ല. അത് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സിനിമയായിട്ട് ഈ 3 സിനിമയെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിന് അറിയാം ആക്ച്വലി. അപ്പോൾ ലാൽ സർ അല്ല, എസ്പെഷ്യലി ആന്റണി, താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് അസ്. എന്നെയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വിയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമയുടെ പുറകെ സഞ്ചരിച്ചു. എനിക്കറിയാം ആന്റണി എങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്, എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചു. ടേക്കൻ എ ലോങ് ഓഫ് പെയിൻ. അത് പെയിൻ എന്നുള്ള വാക്കാണ് കറക്റ്റ്. എല്ലാ സിനിമയും അങ്ങനെയാണ്. ആൻഡ് വി റെസ്പെക്ട് അവർ പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. എല്ലാവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരു പ്രൊഡ്യൂസറുടെ വേദന എനിക്കറിയാം. ലൈക്ക് ഹീ സെഡ്, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ക്ലൈമറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ദിവസം ഞങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വന്നു. ഇറ്റ്സ് ഇൻ ഗുജറാത്ത്.
നമ്മളൊക്കെ നമ്മുടെ പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു. കാര്യം പൃഥ്വി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. 400 പേരൊക്കെ ഉണ്ടാവുള്ളൂ. 300-400 ആൾക്കാരായതുകൊണ്ട് ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് എ സ്മോൾ ഫിലിം. And I want to know what he means by a big film and let it happen. And ഞാനും അതിലുണ്ടാകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ. ആൻഡ് പൃഥ്വി പറഞ്ഞതുപോലെ പൃഥ്വിയുടെ യൂണിറ്റ് ഈസ് സോ ഗുഡ്. എനിക്ക് ഒരുപാട് സിനിമ, ഞാനൊരു 370 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് വിത്ത് പൃഥ്വി ഈസ് ഫാബുലസ്. എല്ലാവരും എല്ലാ സിനിമകളിലും അങ്ങനെ വേണമെന്നാണ് ഞാൻ. ഐ റെസ്പെക്ട് പീപ്പിൾ വർക്ക്. അത് അത്രയും ഡെഡിക്കേഷനോട് കൂടിയാണ് ആ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആ സിനിമയിലുണ്ടാകും. ആൻഡ് ഇപ്പോൾ ഈ സമയത്ത് എമ്പുരാനിൽ വർക്ക് ചെയ്ത എല്ലാവരെയും, അങ്ങനെ നമ്മുടെ ഡയറക്ഷൻ സൈഡിലല്ല, എല്ലാവരെയും, ക്യാമറ ആയാലും ഒരു വെള്ളം കൊണ്ടു തന്നാളെ പോലും ഞാൻ ഈ സമയത്ത് ഞാൻ ബഹുമാനത്തോടെ ഞാൻ കാണുന്നു. നമുക്ക് ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മൾ വെൻ വി സ്റ്റാർട്ട് എ ഫിലിം ഇറ്റ്സ് അവർ ഹോപ്പ് ദാറ്റ് ദിസ് വിൽ ബി ദ ബിഗസ്റ്റ് ഹിറ്റ്. അതേ ഹോപ്പോട് കൂടി വി ആർ മൂവിങ്. ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ്. ആൻഡ് താങ്ക്സ് once again. Laika Subhaskar, he couldn't come, but just convey our love and regards to him. Thank you very much and have a wonderful night. Thank you. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. 2 സന്തോഷങ്ങളാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിൻ്റെ എത്ര സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യമായിട്ട് കണക്ക് അറിയില്ല, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എന്തായാലും വലിയ സന്തോഷം. 25 വർഷം പൂർത്തിയാക്കുകയാണ്. ആൻ്റണി ചേട്ടനോടൊപ്പം നിൽക്കുന്ന വലിയ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നും അതിൽ എനിക്കും ഭാഗമാവാൻ സാധിക്കട്ടെ എന്നും, ആൻ്റണി ചേട്ടൻ്റെ ഒരു അർപ്പണബോധവും ഒരു ദീർഘവീക്ഷണവും ഒക്കെ എന്നെ എപ്പോഴും വല്ലാതെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആൻ്റണി ചേട്ടൻ്റെ ആ ഒരു ഡെഡിക്കേഷനോടൊപ്പം തന്നെ ലാലേട്ടൻ എന്ന വലിയ വൃക്ഷത്തിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ ആശീർവാദ് ഫിലിംസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നെ എമ്പുരാൻ, ലൂസിഫർ എന്ന എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്കും സിനിമ കണ്ടവർക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി. അപ്പോൾ പ്രിയദർശിനിയുടെ യാത്ര എമ്പുരാനിലൂടെ തുടരുകയാണ്. ലൂസിഫർ എന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനോടൊപ്പം, അതേപോലെ മുരളി ഗോപി എന്ന ബ്രില്യൻ്റ് എഴുത്തുകാരനോടൊപ്പം, ആൻ്റണി ചേട്ടനോടൊപ്പം, പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം, ടൊവിയോടൊപ്പം, എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് അഭിനേതാക്കളോടൊപ്പം എനിക്ക് വലിയ സന്തോഷത്തോടെ ചെയ്യാൻ സാധിച്ചൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ലൂസിഫറിൻ്റെ യാത്ര എമ്പുരാനിലും വളരെ സന്തോഷത്തോടെ തുടരാൻ സാധിക്കട്ടെ. ഈ ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സത്യമാവട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം കഥ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നീ ഭയങ്കര കയ്യടി മേടിക്കുമെന്ന്. പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ പടത്തിലും അതിനുശേഷം ഒരുപാട് വേദികളിലും ഞാൻ നിരന്തരമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ള മറ്റ് സിനിമകളിലുള്ള ഈ സിനിമയിലെ ആ മുണ്ടെടുക്കാനും അറിയാം എന്ന് തുടങ്ങുന്ന ആ ഒരു ഡയലോഗാണ് എൻ്റെ അടുത്ത് എല്ലാ സിനിമയുടെ പ്രൊമോഷന് പോകുമ്പോഴാണെങ്കിലും ഉദ്ഘാടനത്തിന് പോയാലും എല്ലാത്തിനും സ്റ്റേജിൽ പ്രേക്ഷകരെ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അതാണ്. അത്രയും വിസിബിലിറ്റി, അത്രയും റീച്ച് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു സിനിമയാണ്. അതിൽ ഞാൻ ഒരു 10 ദിവസം 15 ദിവസമാണ് അഭിനയിച്ചത്. പക്ഷേ അത് ആ സിനിമയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതേ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സിനിമയെയും ഞാൻ നോക്കിക്കാണുന്നത്. അന്ന് എന്നാൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആ സിനിമ എനിക്ക് അത്രയും വലിയ പ്രഷറോ അത്രയും അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തതല്ല. കാര്യം ഞാൻ ചെല്ലുമ്പോഴേ പറഞ്ഞിരുന്നു, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്ക്കാണ്, നിങ്ങൾ എടുത്തോളൂ ആ റിസ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജുവേട്ടൻ്റെ അടുത്തും മുരളിച്ചേട്ടൻ്റെ അടുത്തും പറഞ്ഞിരുന്നു. അത് എനിക്കിങ്ങനെ ഉള്ളൊരു കരിയറിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സിലൊന്നായിട്ട് അത് വന്നു. ആ ക്യാരക്ടറിൻ്റെ മറ്റൊരു ഇനി 2ാം ഭാഗത്തിൽ വരുന്ന സമയത്ത് അത് വീണ്ടും ആ ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും എല്ലാവരെയും പോലെ സിനിമ തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒപ്പം ആ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയ ആളുകളാണെങ്കിലും അതല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ മറ്റ് ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. എപ്പോൾ എമ്പുരാൻ്റെ സെറ്റിൽ പോകുന്ന സമയത്താണെങ്കിലും ആ ഒരു സ്നേഹവും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം എനിക്ക് ഈ എമ്പുരാനിൽ എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻസ് എനിക്ക് കിട്ടി, മറ്റേതിൽ കിട്ടാത്തത് ഇല്ലാതിരുന്നത് കിട്ടിയിട്ടുണ്ട്. അതും ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ലാലേട്ട. പിന്നെ
ആശീർവാദ് സിനിമാസിന്റെ 25 വർഷം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നരസിംഹ തിയേറ്ററിൽ പോയി കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 25 വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും സിനിമകൾ, വലിയ ഹിറ്റുകൾ, ഗംഭീരമായിട്ടുള്ള സിനിമകൾ എല്ലാം മലയാള സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ച ആശീർവാദ് പ്രൊഡക്ഷൻസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അതിൻ്റെ നെടുന്തൂണായിട്ടുള്ള ആൻ്റണി ചേട്ടൻ തുടങ്ങിയ സമയം മുതലുള്ള കഥകൾ ഞാനിങ്ങനെ ആൻ്റണി ചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഭയങ്കര അഡ്മിറേഷൻ തോന്നിയിട്ടുള്ളതാണ് പുള്ളി എങ്ങനെയാണ് ഓരോ സിനിമയ്ക്കും പുള്ളി അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എന്ന് അറിയുന്നത്. ഈ 2 സിനിമകളുടെ ഞാൻ കണ്ടിട്ടുമുള്ളതാണ്. അപ്പോൾ ആൻ്റണി ചേട്ടനും ആശീർവാദുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ആശംസകൾ, എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. ഒപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ മഞ്ജു, ടോബി, പിന്നെ ലൂസിഫറിന്റെ സമയത്ത് കണ്ടിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ ഒരു 4 years കഴിഞ്ഞു. അതിനിടയ്ക്ക് പുള്ളി തന്നെ ടെറൈനൊക്കെ മാറ്റി ശരിക്കും സിനിമകൾ ചെയ്തു. സറാർ ഉൾപ്പെടെ വലിയ വലിയ സിനിമകളുടെ സെറ്റിലേക്ക് പോയി വീണ്ടും സിനിമ വന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ എമ്പുരാൻ കംപ്ലീറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഡയറക്ടോറിയൽ ഹാറ്റ് ചെയ്ത ആ പൃഥ്വിരാജ് സുകുമാരൻ്റെ 4 yearsലെ ആ ട്രാൻസ്ഫോർമേഷനിൽ ആ ഡയറക്ടറെ നിങ്ങൾ സെറ്റിൽ കുറെ കൂടെ കൂളായോ, കുറെ കൂടെ ലൈറ്റായോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? പുള്ളി ഫസ്റ്റ് പടത്തില് ഭയങ്കര കൂളുമായിരുന്നു, ഭയങ്കര എഫിഷ്യന്റും ആയിരുന്നു. ഞങ്ങൾക്ക് ജോലി ആക്ച്വലി വളരെ സുഖമായിരുന്നു. അതായത് രാജു പറയുന്നത് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. പറയുന്നത് ചെയ്യാൻ ശ്രമിച്ചാൽ അതെ, അത്രയും ക്ലാരിറ്റിയും ഞാൻ എപ്പോഴും പറയാറുണ്ട്. രാജുവിന്റെ ഒരു ക്ലാരിറ്റിയും കൺവിക്ഷനും ഒക്കെ, കാരണം എന്ത് വേണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് രാജുവിന് കൂടുതൽ വ്യക്തമായിട്ടുള്ള ധാരണയുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ നല്ല സുഖമാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ഒരു ഫേവറേറ്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 പേരിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും രാജുവിന്റെ പേര് അതിൽ തീർച്ചയായിട്ടും എനിക്കുണ്ടാവും. എപ്പോഴെങ്കിലും പൃഥ്വിരാജ് എമ്പുരാനിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ അത് കാണാൻ പറ്റിയ ആക്ടേഴ്സ് ഉണ്ടോ? ഭാഗ്യം ഉണ്ടായില്ല. പറയരുതെന്ന് അവിടെ എൻ്റെ അടുത്ത് എനിക്ക് അവിടുന്ന് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ രാജുവിന്റെ അടുത്ത് ബാക്കി എല്ലാവർക്കും ജോർജിയ, അമേരിക്ക, ഈ പോവാത്ത രാജ്യങ്ങളൊന്നുമില്ല. എനിക്ക് മാത്രം കേരളത്തിൽ മാത്രം ഷൂട്ടിംഗ് ഉണ്ടായിട്ടുള്ള ഒരേ ഒരു ആക്ടർ ഒരു പക്ഷെ ഞാനായിരിക്കും. എവിടെയാണെന്നുള്ളതല്ലോ എന്താണെന്നുള്ളതല്ലേ കാര്യം. കണ്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ലൂസിഫർ എന്നതിനെക്കാട്ടിലും തീർച്ചയായിട്ടും വലിപ്പം കൂടിയിട്ടേ ഉള്ളൂ എമ്പുരാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ സുഭാസ്കരൻ സാറിന്റെ ഒരു പ്രസൻസും കൂടി ഇതിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇത് കൂടുതൽ മനോഹരമായിട്ടുള്ള, കൂടുതൽ വലിയ നല്ലൊരു, രാജു പറയുന്ന പോലെ ഒരു ചെറിയ സിനിമയാവട്ടെ എന്ന്. അതെ, അത് ഏകദേശം നമുക്ക് അത് തീരുമാനമാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രിയദർശിനി രാംദാസും കുറച്ച് വലുതായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഈ സിനിമയിൽ. ഓക്കെ, ബാക്കി സ്ക്രീൻ. Thank you so much, ladies and gentlemen. A huge round of applause for Manju Warrier and Tovino Thomas.